ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാഫ് കോളർ നെക്ക് വെച്ചിട്ടൊരു ടോപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കോളർ നെക്കിൻ്റെ ഒരുപാട് തവണയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാ ഒരു സിമ്പിൾ കോട്ടൺ മെറ്റീരിയൽ ചുരിദാർ സെറ്റിലാണ് ഞാനിത് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാം. അത്രയും സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ ടോപ്പ് മാത്രം ഞാൻ ഈ ഡമ്മിക്കിട്ട് കാണിക്കുകയാണ്. ഹാഫ് കോളർ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒഴിവാക്കിയിട്ട് ഈ കോളറിനൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ സുഖം വെച്ചാൽ നമ്മുടെ ഷോളൊക്കെ ബാക്കിൽ നിന്ന് കുറച്ച് നീങ്ങിപ്പോയാലും പുറം കാണുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മക്കളിങ്ങനെ പറഞ്ഞിട്ടാണ് അവർക്കിത് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറയാറുണ്ട് സെറ്റുകൾ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചിട്ട് തുടങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പലതരത്തിലാണല്ലോ മെറ്റീരിയൽസ് വരിക. ഇതിപ്പം സെറ്റ് ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ മോള്. ഇത് ഷോള് ഇതാ ഇങ്ങനെ ഷോള് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ വൈറ്റിൽ പിങ്ക് ഡിസൈന്, ബോർഡറിൽ ഈ ഒരു കളേഴ്സുമാണ്. ഇതിൻ്റെ ടോപ്പും ബോട്ടമും കൂടി ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. ഒന്നിച്ച് മീൻസ് ലെങ്ത്തിൽ. ഈ ഒരു വശത്ത് എന്താ നമ്മളിങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് പാൻറ്റിൻ്റെ പീസാണ്, മറ്റേ വശത്ത് ടോപ്പിൻ്റെ പീസ്. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ച് തന്നെയാണ് അത് ക്ലോത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടൊക്കെ കാണാറുണ്ട്. ഇതിൽ അങ്ങനെയല്ല. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പാർട്ട് ഈ ടോപ്പിൻ്റെ അത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതല്ല, ക്ലോത്തിൽ തന്നെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാർട്ട് ഒരു തരത്തിലും ഒരു പ്രിൻറ്റും ബാക്ക് പാർട്ട് വേറെ പ്രിൻ്റൊക്കെ ആക്കിയിട്ട് ഗൗണ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിന് ബോർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നോക്കി ബോർഡർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബോർഡർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് 4.5 മീറ്റർ മൊത്തം ക്ലോത്ത് ഉണ്ട്. ആ ക്ലോത്തിന് മൊത്തത്തിൽ ബോർഡറും ഉണ്ട്. അപ്പോൾ ബോർഡർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി പാൻറ് പാർട്ടും ടോപ്പ് പാർട്ടും സെപ്പറേറ്റ് ആക്കി. നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള സജഷൻസൊക്കെ കമൻറ്റിലേക്ക് കൂടിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുവഴിയൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ക്ലാസ് ഇന്ന് തുടങ്ങുന്നുണ്ട്, 9th ബാച്ച്. പുതിയതായിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മളിതാ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ബാക്ക് നെക്ക് ഇതാ 1/2 ഇഞ്ചാണ് കട്ട് ചെയ്തത്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 6 5 എത്ര നമുക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ബാക്കിനൊക്കെ 1/2 മാത്രമേ കട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം, വേണ്ടവർക്ക് പോയി നോക്കാൻ. ഒരു വ്യത്യാസമില്ല, ബാക്കിയൊക്കെ സാധാരണ പോലെ. ഇതിലാകെ നെക്ക് മാത്രം എക്സ്ട്രാ ചെയ്യുന്നത്, ഒരു സെപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നുള്ളൂ. സ്ലീവൊക്കെ ഇതാ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, ഒരു പണിയും അതിലൊന്നും ചെയ്യുന്നില്ല. ബോർഡർ എവിടെയും കൊടുക്കുന്നുണ്ടാന്നുള്ള പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സ്ലീവിനൊക്കെ വേണേൽ ബോർഡർ കൊടുക്കാം. സ്ലിറ്റിന് സൈഡിലോ താഴ്ഭാഗത്തൊക്കെ ബോർഡർ കൊടുക്കാം. മോക്കത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ്. പെൻസിൽ പാൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. പെൻസിൽ പാൻറ്റും കട്ട് ചെയ്ത് വെച്ചു. പെൻസിൽ പാൻറ്റിന് പോക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. പാൻറ്റിന് പോക്കറ്റ് വെക്കുന്നത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പെൻസിൽ പാൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാൻ നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതാ നെക്കിന് നമ്മൾ എന്താണ് ഇനി ആദ്യം ചെയ്യണമെന്ന് നോക്കാം. നെക്കിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നെക്കിന് വെക്കാനുള്ള പീസ് കട്ട് ചെയ്ത് എടുക്കണം. നെക്കിൻ്റെ പകുതി ഭാഗം, അതായത് ലെങ്ത്തിൻ്റെ 6 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് വെച്ചാൽ 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഞാനുണ്ടല്ലോ അവിടെ ഓരോരോ ചെറിയ ലൈൻ വരച്ച് കൊടുത്തത്. വൈറ്റ് ക്ലോത്ത് താഴെ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ വരച്ച് കൊടുത്തത്. ബ്ലൂ കണ്ടില്ലേ, അവിടെ നിന്ന് താഴോട്ടേക്ക് 3 ഇഞ്ച്. അപ്പോൾ താഴോട്ടേക്ക് 3 ഇഞ്ച്. ഈ ഒരു ലൈൻ വരച്ചില്ല, ഞാൻ ബ്ലൂ ചോക്ക് കൊണ്ട് വരച്ച് അത്രയും ഭാഗത്ത് മാത്രമാണ് ഞാൻ നെക്കിൻ്റെ പീസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുള്ളൂ. ആ മേലെ ഭാഗത്ത് 2 സ്റ്റിച്ച് ചെയ്യില്ല. ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ലൈനിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഇടവിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. നമ്മൾ എപ്പോഴും നെക്കിന് കട്ട് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തും കൊടുക്കുക. ആ കട്ട് ചെയ്ത് കൊടുക്കുന്ന അറിയാലോ, നെക്ക് ശരിക്കും മലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മേലെ ഭാഗത്ത് തയ്യൽ തുമ്പ് ഇങ്ങനെ ഉണ്ടാകും, 2 സൈഡിലും ഉണ്ടാവും. താഴെ ഭാഗത്ത് നല്ല ഫിനിഷിങ്, നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇത് നെക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ പീസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ പീസ്, അതിങ്ങോട്ട് നിവർത്തി വെച്ചിട്ട് ആ പീസിൽ വെച്ചിട്ട് നമ്മളൊരു പ്രസ് അടി കൊടുക്കണം കേട്ടോ. ആ പീസിൽ പ്രസ് അടി കൊടുക്കുക. പലരും വാട്സപ്പ് ക്ലാസ്സിലുള്ള പലരും ഇങ്ങനെ ചോദിച്ചിരുന്നത് അത് എങ്ങനെയാണെന്നുള്ളത്.
ആ നിവർത്തി വെച്ചില്ലേ പ്രസ് അടി അടിക്കാനുള്ളത്, ആ ഭാഗത്ത് ഇതാ ജസ്റ്റ് അതിലെ ഇങ്ങനെ ഈ പീസിൽ ആണ്, മറ്റേ പീസിലല്ല, നമ്മൾ മെയിൻ ക്ലോത്തിലല്ല, ഈ പീസിലെ കൂടി അറ്റത്തെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക മാത്രം. അപ്പം നമ്മൾ തയ്യൽ തുമ്പ് ഈ 2 സൈഡിലും കണ്ടില്ലേ, നമ്മൾ തയ്ച്ച 3 ഇഞ്ച് ലെങ്ത്തിൽ അവിടെ ഈ ഭാഗത്തും നമുക്ക് കോളർ വരാനുള്ള ഭാഗമാണ്. കോളർ സ്റ്റാർട്ട് ചെയ്യുക ആ ഭാഗത്തു നിന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കിട്ടോ, എന്നിട്ട് പറഞ്ഞുതരാം ഞാനേ. അപ്പം ബാക്ക് പീസ് എടുത്ത് വെച്ചു. ബാക്ക് പീസ് ഇതാ, ബാക്ക് നെക്ക് ഉണ്ടല്ലോ, 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത ഭാഗമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പം ബാക്ക് പീസ് ഫ്രണ്ട് പീസുമായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക, ഡബിൾ സ്റ്റിച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ദാ ഇങ്ങനെ ഉണ്ടാവും. ആ തയ്യൽ തുമ്പൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ കോളർ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാണ്ട് അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഈ അറ്റം മുതൽ ഈ കോളർ എവിടെ നിന്നാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ മുതൽ ഇപ്പുറത്തെ അറ്റത്ത് വരെയുള്ള മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം. എന്തിന്? കോളറിന് നമുക്ക് എത്രത്തോളം ക്ലോത്തും ക്യാൻവാസും വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുത്തെ അളവ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ അളവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻഡ് വെച്ചിട്ട് എടുക്കരുത് അളവ്. കണ്ടാ, നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കാണാം. കണ്ട, ഇത്രയും ഭാഗമുണ്ട്, അത് ഫോൾഡിങ്ങിലാണ് ഉള്ളത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇത് പകുതിയേ കാണുള്ളൂ, ബാക്കി 2 സൈഡ് മടക്കിയിട്ടല്ലേ അപ്പോൾ 2 വശത്ത്. അപ്പം കുറച്ച് പുറത്തേക്ക് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് അളവ് എടുക്കേണ്ടത്. എൻഡിൽ അളവ് എടുക്കരുത്. എൻഡിൽ അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടൂല. അപ്പം നമ്മൾ ടാപ്പ് എടുത്തിട്ട് ആ കോളർ സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെ മുതൽ തുടങ്ങുക. കുറച്ചുള്ളോട്ടേക്ക് 1/4 ഇഞ്ചിലല്ല നമ്മൾ തയ്യൽ തുമ്പ് ഇടുക. ആ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് അങ്ങനെ പിടിച്ച് നെക്കിൻ്റെ അതാ ഉണ്ടല്ലേ, നമ്മൾ തയ്യൽ തുമ്പിന് അളവ് ഒഴിവാക്കിയിട്ടുള്ള അതിലേ കൂടി തന്നെ നമ്മൾ അളവെടുക്കണേ. ഇല്ലാഞ്ഞാലാണ് നമുക്ക് ചെയ്ത് വരുമ്പം ആ കൺഫ്യൂഷൻ ആവുക, അതായത് മതിയാവില്ല. എൻ്റെ അളവെടുത്ത് തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകുമ്പോൾ നമുക്ക് മതിയാവില്ല. ഇപ്പോൾ ഇത് 12 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ 12 ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യണം. ക്യാൻവാസ് 2 ടൈപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുമോ? ക്യാൻവാസ് കോളറിൻ്റെ ക്യാൻവാസ് വേറെയും പിന്നെ നെക്കിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വേറെയാണ്. പേപ്പർ ക്യാൻവാസും കോളർ ക്യാൻവാസുമാണ്. അപ്പോൾ ഇതിനെ കണ്ടില്ലേ, ഒരു വശം നേരത്തെ കാണിച്ച വശം കണ്ടില്ലേ ഗ്ലേസിങ് ഉള്ളത്, ആ ഭാഗത്ത് ഗമ്മ് ഉണ്ടാവും. ആ ഗമ്മ് ക്ലോത്തിൽ തട്ടുന്ന രൂപത്തിൽ വെച്ചിട്ട് ഈ കാണുന്ന വശം ഈ തിളക്കം കണ്ടില്ലേ, ഇത് ഗമ്മാണ് തിളങ്ങുന്നത്. അത് ക്ലോത്തിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, നല്ല അയൺ ചെയ്ത് കൊടുക്കാൻ. അതേപോലെ ഇത് ലെങ്ത്ത് 12 ഇഞ്ചാണ് എടുത്തുള്ളത്. ഇതിൻ്റെ വിടുത്ത് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.2, 1.4 വേണമെന്നില്ല. നമ്മൾ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് എന്നൊരു ഷേപ്പ് ആക്കി കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ ഷേപ്പ് ആക്കി, 1 ഇഞ്ചൊന്നും വരരുത്, 1/2 ഇഞ്ചിൽ മാത്രം ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. കണ്ട, ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോഴല്ലേ കോളറിൻ്റെ ഈ അറ്റം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക. എന്നിട്ട് ഇതിനെ നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്ത് കൊടുക്കാനുള്ള ക്ലോത്ത് നമ്മൾ എടുക്കുമ്പം ഈ കോളറിൻ്റെ ക്യാൻവാസ് ഇല്ലേ, ക്യാൻവാസിനെക്കാളും 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് വരുന്ന വിധത്തിൽ വേണം നമ്മൾ എടുക്കാൻ. കണ്ട, 2 പീസിൽ ഞാൻ വെച്ച് കാണിക്കുന്നു. 2 സൈഡിലേക്കും അറേഞ്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കിട്ടുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഗമ്മുള്ള ഭാഗം ഈ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് അയൺ ചെയ്ത് ഒട്ടിക്കേണ്ടത്. നന്നായിട്ട് അയൺ ചെയ്ത് നല്ല ചൂടിൽ തന്നെ അയൺ ചെയ്താൽ അത് അവിടെ ഒട്ടി കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ക്യാൻവാസ് വെച്ച ഭാഗം ചീത്ത വശമാണ്, അടിയിലാണ് നല്ല വശം കിടക്കുന്നത്. മറ്റേ ഈ ക്ലോത്ത് ഇതേപോലെ തന്നെ ഒരു പീസും കൂടി ക്ലോത്ത് വേണം. അപ്പം ആ ക്ലോത്തിൻ്റെ ഇതിന് നല്ല വശം ബാക്കിലാണ്. ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ താഴെ ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസ് വെച്ചതിൻ്റെ താഴ്ഭാഗം ഇത് നമുക്ക് ലാസ്റ്റാണ് അവിടെ അടി വരിക. അതുകൊണ്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം കൊടുക്കണം. എന്നിട്ട് ആ പീസിനെ എടുത്ത് നമ്മൾ ഈ പീസിൽ, അതായത് നല്ല വശം ചേർന്ന് വരുന്നത്, ഇതിൻ്റെ നല്ല വശം ഇതാണ്, മറ്റത് അടിവശം. അപ്പം നല്ല വശം ഇതേപോലെ ഫേസ് ടു ഫേസ് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ വെച്ചിട്ട് ആ കോളറിൻ്റെ മേലെ വശമില്ലേ അതിനും തയ്യൽ തുമ്പ് വേണം കേട്ടോ. ഇവിടെ 1/4 ഇഞ്ച് നമുക്ക് വേണ്ട തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഈ എൻഡിലേക്ക് കൂടി കോളറിൻ്റെ ക്യാൻവാസിൻ്റെ തൊട്ടുകൊണ്ട്, ക്യാൻവാസിൻ്റെ മേലെ ആവരുത്, ക്യാൻവാസിനോട് തൊട്ടുകൊണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. 2 തുണിയും കൂട്ടിയിട്ടുള്ള ജോയിനിങ് ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഈ തയ്യൽ തുമ്പ് ഉണ്ട്. ഈ തയ്യൽ തുമ്പാണ് നമുക്ക് കോളറിൽ വെച്ച് നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പ് അല്ലാത്ത ഭാഗങ്ങളെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി ഈ താഴെ ഭാഗത്തുള്ള തയ്യൽ തുമ്പും അവിടെ ബാക്കിയാവണം. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇടവിട്ട്
പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഷേപ്പിൽ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് കട്ടിങ് വേണമല്ലോ, അതൊക്കെ എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ അല്ലേ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ തിരിച്ചിടുക. കണ്ടില്ലേ, കട്ടിങ് കണ്ടില്ലേ. ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഇതിന് കട്ട് ചെയ്ത് കൊടുക്കണേ. ക്യാൻവാസ് കട്ട് ചെയ്ത് പോവരുത്, നമ്മളെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചും കട്ട് ചെയ്ത് പോവരുത്. എന്നിട്ട് ഇതിനെ ഉള്ളിൽ മറിച്ചിടുമ്പോൾ രണ്ട് നല്ല വശമല്ലേ ഇപ്പോൾ പുറത്തേക്ക് വരിക. കാരണം നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ടല്ലേ തയ്ച്ചു കൊടുത്തത്. അപ്പോൾ രണ്ട് നല്ല വശവും പുറത്തേക്ക് വന്ന് കോളറിൻ്റെ ബാക്കും ഫ്രണ്ടുമായി. ഇനി നമ്മളിത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. നെക്ക് ഇവിടെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നെക്കിൻ്റെ സെൻറ്ററും കോളറിൻ്റെ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടുപ്പിച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിങ്ങനെ പിടിച്ച് കാണിക്കുമ്പം നിങ്ങൾ നമ്മളുടെ മെയിൻ ഡ്രസ്സിൻ്റെ ബാക്ക് വശത്ത് അല്ല, പുറത്തേക്ക് വരുന്ന വശമല്ല, ഉള്ളിൽ നമ്മളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുമ്പോൾ മറ്റത് പുറത്തായിട്ടാണ് കാണുന്നത്, പക്ഷെ അങ്ങനെയല്ല തയ്ക്കേണ്ടത്, അത് ഉൾവശത്തേക്ക് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. അതേപോലെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ച് ഇപ്പുറത്ത് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും തയ്ച്ചിട്ടേ എടുക്കാവൂ. ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോവരുത്. നമ്മൾ സ്ലീവ് തയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഷോൾഡറിൽ നിന്ന് തയ്ച്ച് ഒരു സൈഡിൽ പോയി തിരിച്ചു വരുന്നത് പോലെ തന്നെയാണ് കോളറും ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പം തയ്ച്ചത് കോളറിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് തയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ തട്ടുന്ന ഭാഗമാണല്ലോ ഉൾവശം എന്ന് പറയുന്നത്, അവിടെ വേണം കോളർ വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ അത് ഒന്നും കൂടി കാണുമ്പോൾ കണ്ട ഈ വശത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. പോയിന്റ് കണ്ടില്ലേ? ആ സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്കും തയ്ച്ച് തിരിച്ചു വന്ന് കണ്ടില്ലേ. ഇനി ഈ ഒരു വശം നമ്മൾ ആദ്യം അടിഭാഗം തയ്ച്ചു കൊടുത്ത ആ വശമല്ലേ, ആ വശം പിന്നെ നമ്മൾ ഇത് ജോയിന്റ് ഈ കോളർ ഇതിലേക്ക് തയ്ച്ച് കൊടുത്ത തയ്യൽ തുമ്പ് ആ സ്റ്റിച്ച് കാണാതെ അതിനെ മൂടിക്കൊണ്ട് അതിലേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞു, നമ്മുടെ പണി കഴിഞ്ഞു. എത്ര പെട്ടെന്നാലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെറുതെ ഒരു ക്ലോത്തിൻ്റെ അകത്ത് ഫുള്ളായിട്ടുള്ള ഡ്രസ്സൊന്നും തയ്ക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ആ പ്രസ് അടി അടിക്കുമ്പോൾ ഈ എൻഡിലേക്ക് കൂടി വേണമെങ്കിലും ഒരു പ്രസ് അടി നമുക്ക് കൊടുക്കാം കേട്ടോ. അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്ലെയിൻ കളറിലൊക്കെ കോൺട്രാസ്റ്റ് കളർ നൂല് കൊണ്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ആങ്കർ ത്രെഡൊക്കെ ബോബിൽ ചുറ്റിയിട്ടൊക്കെ ഒരു ബോർഡർ പോലെയൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഐഡിയാസ് ഉള്ളവർക്ക് കേട്ടോ, ബിഗിനേഴ്സ് എല്ലാം കൂടി ചെയ്ത് കൊള്ളാക്കരുത് പ്ലീസ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു പീസിൻ്റെ അകത്ത് ഇങ്ങനെ നെക്കിൻ്റെ ഒരു പാട്ട് പോലെ മാത്രം ചെയ്ത് ട്രൈ ചെയ്ത് സക്സസ് ആയതിനു ശേഷം മാത്രം ക്ലോത്തിലേക്ക് പോവുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, തുണി വെറുതെ വേസ്റ്റ് ആക്കരുത്. എന്ത് തുണിയാണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പേപ്പറിൽ കട്ട് ചെയ്ത് ഒന്ന് കൺഫേം ആക്കി ഒക്കെ ചെയ്തിട്ട് വേണം നല്ല തുണിയിലേക്കൊക്കെ നീങ്ങാൻ. അപ്പോൾ കണ്ടില്ലേ, കോളർ എളുപ്പമല്ലേ. ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇനി ഇതിന് സാധാരണ പോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക, ബാക്കി പാർട്ടുകളൊക്കെ ചെയ്യാം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് കളർ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫിനിഷിങ്ങിൽ നല്ല ലുക്ക് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സിന്, അൽഹംദുലില്ലാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.